ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു വോൾ ഡെക്കോറാണ്. ഞങ്ങളെന്ന് വെച്ചാൽ ഞാനും എൻ്റെ അനിയനും ഞങ്ങൾ രണ്ടും കൂടിയാണ് എല്ലാ ക്രാഫ്റ്റും ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങളൊരു കാർഡ്ബോർഡിൻ്റെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലൊരു അമീബയുടെ ഷേപ്പ് വരയ്ക്കുന്നുണ്ട്. അമീബയുടെ ഷേപ്പ് എന്ന് വെച്ചാൽ അറിയാലോ, എന്തെങ്കിലുമൊക്കെ ഒരു ഇത് കുത്തി വരച്ചിരുന്ന പോലത്തെ ഒരു ഷേപ്പ്, അത് തന്നെ അങ്ങനെ വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ കാർഡ്ബോർഡ് ഒരു ബോണ്ട് പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ ബോണ്ട് പേപ്പറിൽ അതേ ഷേപ്പ് വരയ്ക്കുന്നുണ്ട്. ആ ബോണ്ട് പേപ്പർ ആ വരച്ച ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഗ്ലൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് കൈ കൊണ്ട് ഞങ്ങൾ നല്ലോണം എല്ലായിടത്തും ഞങ്ങൾ വൃത്തിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് ആ കട്ട് ചെയ്ത ബോണ്ട് പേപ്പർ എടുത്ത് ഈ കാർഡ്ബോർഡിൻ്റെ മുകളിലേക്ക് ഞങ്ങൾ ഒട്ടിച്ച് വെക്കുന്നുണ്ട്. ഒട്ടിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൽ കൂടുതലായി വന്നിരിക്കുന്ന പേപ്പർ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. കളർ എടുക്കുന്നുണ്ട്. വാട്ടർ കളറാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് ഞങ്ങൾ പർപ്പിളാണ് ഞങ്ങൾ എടുക്കുന്നത്. പർപ്പിൾ എടുത്തിട്ട് സൈഡിൽ അടിച്ചു കൊടുക്കുന്നുണ്ട്. സൈഡിൽ ബോർഡറായിട്ട് ആ പർപ്പിൾ കളർ എല്ലാം അടിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം അടിച്ചു കഴിഞ്ഞിട്ടുള്ളത് കാണാം. എല്ലാം അടിച്ചു കഴിഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് കാണുന്നത്. ഇത് കഴിഞ്ഞിട്ട് നടുക്കൊരു ഫ്ലവർ വരയ്ക്കാമെന്നാണ് ഓർത്തിരുന്നത്. ഫ്ലവറല്ല, ലീഫ് പോലത്തെ വരയ്ക്കുക എന്നാണ് ഓർത്തിരിക്കുന്നത്. അത് വരച്ച് കഴിഞ്ഞിട്ട് കാണാം. അത് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ബ്ലാക്ക് പേന കൊണ്ട് അതിൻ്റെ മുകളിൽ കൂടെ ഔട്ട്ലൈൻ കൊടുക്കാം. ഔട്ട്ലൈൻ കൊടുത്തിട്ട് കാണാം. ഔട്ട്ലൈൻ ഫുള്ളായിട്ട് കൊടുക്കണം, എന്നിട്ട് നമുക്ക് കാണാം. ഔട്ട്ലൈൻ ഫുള്ള് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിൽ കുറച്ച് ഡിസൈൻ പോലെ കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു ഓറഞ്ച് കളർ എടുത്തിട്ട്, ഓറഞ്ചും റെഡും പോലത്തെ ഒരു കളറാണ് അത്, നമുക്ക് ഫുള്ളായിട്ട് ഈ ലീഫിൽ അടിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് കളർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നല്ലൊരു പോയിൻറ്റ് ബ്രഷ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു കുഞ്ഞ് പ്ലസ് പോലെ കൊടുക്കുന്നുണ്ട്.